ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 റസിൽ ഓഫ് വിങ്സ്. അപ്പോൾ എന്താണ്, നമ്മളിന്ന് പുതിയ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 റസിൽ ഓഫ് വിങ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ ലെസൺ ഏതാണ്? ആദ്യത്തെ ലെസനാണ് രഞ്ജീസ് മാജിക് ബാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ലെസൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് in a school cricket match or a similar sports event? അപ്പോൾ എന്താണ് കൂട്ടുകാരെ, എന്താണ് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ചിൽ, സ്കൂളിലത്തെ ക്രിക്കറ്റ് മാച്ചിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻ്റ് ഓർ എക്സ്പീരിയൻസ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ലെറ്റ് us read. അപ്പോൾ എന്താണ്, അപ്പോൾ അതുപോലത്തെ പറയുന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. രഞ്ജീസ് മാജിക് ബാറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ലെസൻ്റെ പേര്? രഞ്ജീസ് മാജിക് ബാറ്റ്. രഞ്ജിയുടെ എന്താണ് മാജിക് ബാറ്റ്, അതായത് മാന്ത്രിക ബാറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നുള്ള ഇതുവരെ എല്ലാ ലെസൺസും അതിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. The score stood at 53 for 4 wickets. അപ്പോൾ ഇപ്പോൾ എത്രയാണ് സ്കോർ? 53 സ്കോർ എടുത്ത് 4 വിക്കറ്റ് കഴിഞ്ഞ്. Another 60 runs had to be made for victory. അപ്പോൾ എന്താണ് വിക്ടറി, വിജയിക്കാൻ അപ്പോൾ ഇനി എത്ര റൺസ് കൂടെ വേണം? ഇനി 60 റൺസ് വേണം. ഓക്കെ. രഞ്ജി വാസ് അറ്റ് ദ ക്രീസ്. അപ്പോൾ രഞ്ജി, അപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? രഞ്ജി. അപ്പോൾ രഞ്ജി എവിടെയാണ്? വാസ് അറ്റ് ദ ക്രീസിലാണ്. ക്രീസ് എന്ന് പറഞ്ഞാൽ ആ പിക്ചറിൽ കാണുന്ന പോലെ എന്താണ്, നമ്മൾ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ നിൽക്കുന്ന സ്ഥലം, വെള്ള വരയൊക്കെ വരച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കാണുന്നവരാണെങ്കിൽ അറിയാം. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ ക്രീസ് എന്ന് പറയുന്നത്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിംഗ് ഓർഡർ. അപ്പോൾ നമുക്കറിയാം എന്താണ് ക്രിക്കറ്റിൽ ബാറ്റിംഗ് ഓർഡറും അതുപോലെ ബൗളിംഗ് ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് ആര്? രഞ്ജി. ദ റെസ്റ്റ് വർ ബൗളേഴ്സ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇനി ആരാണ്? ഇനി ഉള്ളവരൊക്കെ ബൗളേഴ്സാണ്. ദേ കുഡിൻ ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. അപ്പോൾ എന്താണ്, അവർ നമുക്കറിയാം അവർ ബൗളേഴ്സ് ആയ കാരണം അവരെന്താണ്, അവരത്ര റൺസ് ഒന്നും എടുക്കില്ല. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവരുടെ ഫേറ്റ്, അപ്പോൾ ഇവരുടെ വിധി എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്? ഈ രഞ്ജിയുടെ കൈകളിലാണെന്നാണ് പറയുന്നത്. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ടീമിനെന്താണ്, ഇവനിൽ നല്ല ഒരു ഫെയ്ത്ത് ഉണ്ട്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമുണ്ട്. ഹി ഹാഡ് സ്കോർഡ് അറ്റ് ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. അപ്പോൾ അങ്ങനെ വിശ്വാസം വരാനുള്ള കാരണം എന്താ? ഒരുപാട് മാച്ചുകളിൽ ഒരുപാട് സ്കോർ രഞ്ജി നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ഒരു പ്രതീക്ഷ, ഇവരുടെ ഒക്കെ ഒരു വിശ്വാസം എല്ലാമാണ് ആര്? രഞ്ജി. ഓക്കെ. Next paragraph. Ranji took his guard. The tall fast bowler came down on his long run up and hurled the ball at Ranji's stumps. എന്താണ് രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ സ്ഥലമൊക്കെ ശരിയാക്കി നിൽക്കില്ലേ, അപ്പോൾ അതിനാണ് പറയുക, ഒരു ടെക്നിക്കൽ ടേമാണ്. അപ്പോൾ അങ്ങനെ നിന്നു. ദ ടോൾ ഫാസ്റ്റ് ബൗളർ കെയിം ഡൗൺ ഓൺ ഹിസ് ലോങ് റൺ അപ്പ് ആൻഡ് ഹോൾഡ് ദ ബോൾ അറ്റ് രഞ്ജി സ്റ്റംപ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ നല്ല നീളമുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട്, നന്നായി ബോളർ ചെയ്യുന്ന ആൾ. അപ്പോൾ അത് വന്നിട്ട് എന്ത് ചെയ്തു, അത് എന്താ ബോൾ രഞ്ജിയുടെ സ്റ്റെമ്പിൻ്റെ മേലേക്ക് ഇടുകയാണ്. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. അപ്പോൾ എന്താണ് രഞ്ജി, എന്താ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടേക്ക് നിൽക്കില്ലേ, എന്താ പറയുക, ബോൾ അടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ രഞ്ജി നിൽക്കുകയാണ്. ബട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് he changed his mind and stepped back, intending to push the ball through the ring of fielders of the offside.
അപ്പോൾ എന്താണ് പെട്ടെന്ന് പിന്നെ മനസ്സ് മാറ്റി. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിന്നിട്ട് കളിക്കുകയെന്നാണ്. പിന്നെ പെട്ടെന്ന് മനസ്സ് മാറ്റിയിട്ട് എന്താ ബാക്കിലേക്ക് നിന്നിട്ട് കുറച്ച് ഓഫ് സൈഡിലേക്ക് ഒന്ന് മാറിയിട്ട് ബോൾ അടിക്കാമെന്ന് വിചാരിച്ചു. ദ ബോൾ swung in the air, shot off the grass and came through sharply to strike Ranji on his pads. എന്താ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ബോൾ എറിഞ്ഞപ്പോൾ അത് എയറിൽ ഇങ്ങനെ വരികയാണ്, ഗ്രാസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് കെയിം ത്രൂ ഷാർപ്ലി ടു സ്ട്രൈക്ക് ഓൺ ഹിസ് പാഡ്സ്. അപ്പോൾ എന്താണ് രഞ്ജിയുടെ പാഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കാലുമ്പലും കൈമുലും കിട്ടില്ല, അപ്പോൾ അതാണ്. അപ്പോൾ അതിമ അടിക്കാൻ വേണ്ടി ഷാർപ്പായിട്ട് വരികയാണ്. LBW Ranji walked back dejected to the pavilion. The other batsman did not last long and the team lost the match. അപ്പോൾ എന്താണ് LBW, നമ്മൾ ഇങ്ങനെ ഈ ബോളർ ഇങ്ങനെ ബോൾ എറിയില്ല, അപ്പോൾ അത് രഞ്ജിയുടെ മേത്ത് എവിടെയെങ്കിലും പാഡിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് അത് എന്ത് ചെയ്തു, സ്റ്റെമ്മിമ്മ പോയി തട്ടി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ LBW എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്തു, ഈ രഞ്ജി നിരാശനായിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതെന്താണ്, സ്റ്റെമ്മുമ്മ തട്ടി രഞ്ജി ഔട്ടായി. ദ അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദ ടീം ലോസ് ദ മാച്ച്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്താണ്, രഞ്ജിയാണ് നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ, നന്നായി ബാറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരൊന്നും അത്ര നന്നായിട്ട് ബാറ്റ് ചെയ്യില്ല. അതുകൊണ്ട് രഞ്ജി ഔട്ടായപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്, ബാക്കിയുള്ളവരൊന്നും അധികം സമയം നിന്നില്ല, അങ്ങനെ അവർ ആ മാച്ച് തോറ്റു. ഓക്കെ, ഓൺ ഹിസ് വേ ബാക്ക് ഹോം രഞ്ജി പാസ്ഡ് മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് നെക്സ്റ്റ് ടു ദ ക്ലോക്ക് ടവർ. അപ്പോൾ എന്താ, തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രഞ്ജി എന്താ മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത്. അതെവിടെയാണ്, ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് ഈ മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പ്. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ്. അപ്പോൾ അതെന്താണ്, അത് രഞ്ജിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ഹോണ്ടാണ്. ഫേവറേറ്റിലായിട്ടുള്ള ഹോണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രഞ്ജി വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, ഒരു സ്പോട്ടാണ്. മിസ്റ്റർ കുമാർ ഹാഡ് been a state player once and had scored a century in a match against Tanzania. അപ്പോൾ ആരാണ് മിസ്റ്റർ കുമാർ ഒരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. മാത്രമല്ല എന്താണ്, സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുണ്ട്. ടാൻസാനിയക്കെതിരെയുള്ള കളിയിൽ സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുള്ള ആളാണ് ആര്, മിസ്റ്റർ കുമാർ. Now he was too old for first class cricket, but he liked encouraging young players. പക്ഷേ ഇപ്പം അങ്ങനെ കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട്, അപ്പം അങ്ങനെ ക്രിക്കറ്റ് കളിക്കാനൊന്നും പോവാറില്ല. പക്ഷെ എന്ത് ചെയ്യും, ഈ യങ് പ്ലെയേഴ്സിനൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ എൻകറേജ് ചെയ്യും. He thought Ranji would make a good cricketer as good as India's famous players. അപ്പോൾ എന്താണ്, ഈ രഞ്ജി ഒരു നല്ല ഒരു ക്രിക്കറ്റർ ആണെന്നാണ് ആര് വിചാരിക്കുക, മിസ്റ്റർ കുമാർ പറയാറുള്ളത്. എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ പോലെ രഞ്ജിക്കും ആവാൻ പറ്റുമെന്നാണ് കുമാർ പറയാറ്. ഓക്കെ, he just loved to share at Mr. Kumar's goods: cricket bats, balls, badminton, rackets, hockey sticks. But today he didn't feel like going in. അപ്പോൾ എന്താണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനൊക്കെ ആർക്ക് ഇഷ്ടമാണ്, നമ്മുടെ രഞ്ജിക്ക് ഇഷ്ടമാണ്. അവിടെ എന്തൊക്കെയാണ്, ക്രിക്കറ്റ് ബോളും ബാറ്റും ബാഡ്മിൻ്റൺ റാക്കറ്റ്സും ഹോക്കി സ്റ്റിക്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് രഞ്ജിക്ക് അങ്ങനെ അങ്ങോട്ട് പോവാനൊന്നും അങ്ങനെ തോന്നണില്ല. അപ്പോൾ ആരാണ്, രഞ്ജി. "What are you running off to?" Mr. Kumar's jovial voice stopped him. He walked slowly into the shop. അപ്പോൾ നീ എങ്ങോട്ടേക്കാണ് ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് കുമാർ രഞ്ജിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താ, ഈ വാക്ക്ഡ് സ്ലോലി ഇൻ ടു ദ ഷോപ്പ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മെല്ലെ രഞ്ജി ഷോപ്പിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി. "What's wrong with you? You look so mournful." Mr. Kumar spoke to him cheerfully as usual.
അപ്പം എന്താണ്, എന്ത് പറ്റി, യു ലുക്ക് സോ മോൺഫുൾ, നീ എന്തൊരാകെ വിഷമിച്ചിരിക്കുന്നു. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചിയർഫുള്ളി ആസ് യൂഷ്വൽ. അപ്പോൾ എന്നും കുമാർ ചോദിക്കുന്ന പോലെ തന്നെ ചിയർഫുള്ളായിട്ട് സന്തോഷത്തോടെ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഓ നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. അപ്പോൾ എന്താണ് ഡക്ക് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ റൺസ് ഒന്നും ഇല്ലാണ്ട് ഔട്ട് ആവണേനാണ് നമ്മൾ ഡക്ക് എന്ന് പറയുക. അപ്പോൾ എന്താണ്, ഒന്നുമില്ല, ഞാൻ ക്രിക്കറ്റിൽ സ്കോറൊന്നും എടുത്തില്ല എന്ന് പറയാണ്. ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. റെഞ്ചി ട്രൈ ടു ചിയർ ഹിംസെൽഫ് അപ്പ്. അപ്പോൾ എന്താണ്, രഞ്ജി സ്വന്തമായിട്ടൊന്ന് ചിയറാക്കാൻ നോക്കി. ഹി വെൻറ്റ് ഓൺ ടെൽ മിസ്റ്റർ കുമാർ അബൌട്ട് ദിസ് മാച്ച്. അപ്പോൾ എന്താണ്, എന്നിട്ട് ഈ മാച്ചിനെ കുറിച്ച് കുമാറിനോട് രഞ്ജി പറഞ്ഞു. ഓക്കെ, കം ഓൺ ലെറ്റ് മീ ഷോ യു സംതിങ്. അപ്പോൾ എന്താണ്, വാ ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് മിസ്റ്റർ കുമാർ പറയാണ്. മിസ്റ്റർ കുമാർ ലെഡ് രഞ്ജി ടു ദ ഇന്നർ റൂം ഓഫ് ദ ഷോപ്പ് വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മിസ്റ്റർ കുമാർ രഞ്ജിനോട് വരാൻ പറഞ്ഞു. വാ നമുക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കുമാർ ആ ഷോപ്പിൻ്റെ ഒരു ഇന്നർ റൂമുണ്ട്, ആ റൂമിലേക്ക് കൊണ്ടുപോയത്. പസിൽ രഞ്ജി followed Mr. Kumar through the curtain partition at the back of the shop. അപ്പോൾ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് എന്താ കേർട്ടൻ ആയിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ഉണ്ട്, സൈഡ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ബാഡ്ലി lit room stacked to the ceiling with all kinds of old and second-hand sporting goods, torn football blinders, broken bats, rackets without string, broken darts and tattered badminton nets. അപ്പോൾ അവിടെ എന്താണ്, ആ റൂമിൽ ആകെ ഇങ്ങനെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഈ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഈ സ്പോർട്സിൻ്റെ ഓരോ ഐറ്റംസ് ആണ്. എന്തൊക്കെയാണ്, ഫുട്ബോൾ ബ്ലേഡേഴ്സും ബ്രോക്കൺ ബാറ്റ്സും റാക്കറ്റ്സും, അങ്ങനെ കുറച്ച് പഴയതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. മിസ്റ്റർ Kumar began examining a number of old cricket bats, and after a few minutes he said, and picked up one of the bats and held it out to Ranji. എന്താ ചെയ്യുന്നത്, മിസ്റ്റർ കുമാർ അവിടെയുള്ള ക്രിക്കറ്റ് ബാറ്റ്സ് എല്ലാതും ഒന്ന് എക്സാമിൻ ചെയ്യാണ്, എല്ലാതും ഒന്ന് നോക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് he said, and picked up one of the bats and held it out to Ranji. അപ്പോൾ ആദ്യം അവിടെയുള്ള ബാറ്റിൽമൊക്കെ ഓൾഡ് ബാറ്റ്സിലേക്കൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് എന്താ, അതിൽ നിന്ന് ഒരു ബാറ്റ് ഇതെന്നെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. എന്നിട്ട് ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. എന്നിട്ട് രഞ്ജിയുടെ നേരെ നീട്ടിയിട്ട് പറയാണ്, ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഇതാണ് അതെന്ന് പറയാണ്. ദിസ് ഈസ് ദ ലക്കിയസ്റ്റ് ഓഫ് ഓൾ മൈ ബാറ്റ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാറ്റുകളിൽ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്. ദിസ് ഈസ് ദ ബാറ്റ് ഐ മെയ്ഡ് എ സെഞ്ചുറി വിത്ത്. ഈ ബാറ്റ് വെച്ചിട്ടാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഓൾഡ് ബാറ്റ് ബട്ട് ഇറ്റ് ഹാസൻ ലോസ്റ്റ് എനി ഓഫ് ഇറ്റ്സ് മാജിക്. ശരിയാണ്, ഇതൊരു പഴയ ബാറ്റാണ്, പക്ഷെ എന്താണ്, ഇതിൻ്റെ മാജിക് ഒന്നും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. സെഡ് മിസ്റ്റർ കുമാർ. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. എന്നിട്ട് എന്ത് ചെയ്യാണ്, അത് രഞ്ജിയുടെ നേരെ നീട്ടാണ്. ഓക്കെ, here, take it. I'll lend to you for the rest of the cricket season. You won't fail with it. Just take care of yourself. അപ്പോൾ എന്താണ്, നീ ഇതെടുത്തോ, ഞാനിത് നിനക്ക് കടം തരാം. ഈ ക്രിക്കറ്റ് സീസണിൽ ബാക്കിയുള്ള ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞാനിത് നിനക്ക് കടം തരാം, നീ എടുത്തോ എന്ന് പറയാണ്. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. നീ ഇത് വെച്ചിട്ട് എന്താ, ഫെയിൽ ആവില്ല, തോൽക്കില്ല. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നീ നിന്നെ നോക്കിയാൽ മതി. Ranji took the bat and gazed at with awe and delight. അപ്പോൾ എന്താണ്, രഞ്ജി ആ ബാറ്റ് എടുത്തിട്ട് ആ ബാറ്റിൻ്റെ മേലേക്ക് നോക്കുകയാണ്. എന്താണ്, വിത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, റെസ്പെക്റ്റോടു കൂടിയും സന്തോഷത്തോടു കൂടി, ഡിലൈറ്റ് സന്തോഷത്തോടു കൂടി രഞ്ജി എന്ത് ചെയ്യാണ്, ആ ബാറ്റ് ഇങ്ങനെ നോക്കുകയാണ്. ദ മാജിക് ബാറ്റ് സീംഡ് ടു ചേഞ്ച് രഞ്ജീസ് ലക്ക്. എന്നിട്ട് എന്താണ്, രഞ്ജിയുടെ ലക്കൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ദ നെക്സ്റ്റ് സാറ്റർഡേ ഹി സ്കോർഡ് 58 runs and led her school to victory against the rival team. അപ്പോൾ പിന്നെന്താണ്, പിറ്റത്തെ സാറ്റർഡേ ശനിയാഴ്ച രഞ്ജി എന്ത് ചെയ്തു, 58 റൺസ് സ്കോർ ചെയ്തിട്ട് സ്കൂളിനെ വിജയത്തിലേക്ക് എത്തിച്ചു. എതിർ ടീമിൽ നിന്നും വിജയിച്ചു. ഓൺ ഹിസ് വേ ഹോം രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ് ടു ഗീവ് ഹിം ദ ഗുഡ് ന്യൂസ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രഞ്ജി എന്ത് ചെയ്തു, മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിർത്തി
എന്തിനാണ്? ഈ സന്തോഷ വാർത്ത കുമാറിനോട് പറയാൻ വേണ്ടിയിട്ട്. വി വോൺ ഹി സെഡ്. അപ്പോൾ എന്താണ്? നമ്മൾ ജയിച്ചു എന്ന് രഞ്ജി പറയാണ്. ആൻഡ് ഐ മെയ്ഡ് 58, മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. ഇറ്റ് റിയലി ഇസ് എ ലക്കി ബാറ്റ്. അപ്പോൾ എന്താണ്? മാത്രമല്ല ഞാൻ 58 റൺസ് സ്കോർ ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 58ആണ്. അത് ഞാൻ എടുത്തു. ഇറ്റ് റിയലി ഈസ് എ ലക്കി ബാറ്റ്. അപ്പോൾ ശരിക്കും ഇതെന്താണ്? ഇത് ലക്കി ബാറ്റ് തന്നെയാണ് എന്ന് രഞ്ജി കുമാറിനോട് പറയാണ്. I told you, said Mr. Kumar, giving രഞ്ജി എ വാം ഷെയ്ക്ക് ഹാൻഡ്. അപ്പം ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് കുമാർ രഞ്ജിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ദ വിൽ ബി ബിഗർ സ്കോഴ്സ് ആയിട്ട്. അപ്പോൾ ഇനിയും എന്താ ഒരുപാട് ബിഗർ സ്കോഴ്സ് ഉണ്ടാവും. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് എന്തോ സംഭവിച്ചത്. ആഫ്റ്റർ വൺ ഓഫ് ദ നെക്സ്റ്റ് മാച്ചസ് രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീംമേറ്റ്സ് ബി ഹു വാസ് injured during the match to the hospital. In his anxiety about B, he left his bat on the bus. He remembered it only after he reached home. He couldn't remember which bus he had traveled him. The magic bat was lost. അപ്പോൾ എന്താണ്? അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ചത്. എന്താണ്? ഒരു മാച്ച് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? രഞ്ജിയുടെ ടീംമേറ്റ്സിൽ പെട്ട ഒരാൾക്ക് എന്താണ്? ഇഞ്ചേർഡായി. എന്നിട്ട് അതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ ആങ്സൈറ്റിയിൽ, അപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്കണ്ഠ. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയിൽ, ആങ്സൈറ്റിയിൽ എന്ത് ചെയ്തു? രഞ്ജി ആ ബാറ്റ് ബസ്സിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഭീമിനെ കൊണ്ടുപോയത് ബസ്സിലാണ്. അപ്പോൾ അതിൻ്റെ വെപ്രാളത്തിൽ എന്ത് ചെയ്തു? ആ ബാറ്റ് ആ ബസ്സിൽ മറന്നു വെച്ചു. ഓക്കെ. എന്നിട്ട് എന്താണ്? വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മുടെ രഞ്ജിക്ക് ബാറ്റിനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. പക്ഷെ എന്താണ്? രഞ്ജിക്ക് ഏത് ബസ്സിലാണ് കയറിയത് എന്ന് അറിയില്ല. ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. അങ്ങനെ എന്തുണ്ടായി? ഈ മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു. Next day, he was at Mr. Kumar's shop looking very sorry for himself. What's the matter? asked Mr. Kumar. അപ്പോൾ എന്താണ്? നെക്സ്റ്റ് പിറ്റേ ദിവസം ഈ കുമാറിൻ്റെ ഷോപ്പിലേക്ക് വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് പോവാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മിസ്റ്റർ കുമാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് ലോസ്റ്റ് ദ ബാറ്റ് സെഡ് രഞ്ജി, യു ആർ ലക്കി ബാറ്റ്. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ലക്കി ബാറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് രഞ്ജി പറയാണ്. The one I made all those runs with, I left on the bus, and the day after tomorrow we are playing the Delhi school. Without your bat, I will be out for a duck and will lose our chance of being the school champions. അപ്പോൾ എന്താണ്? അപ്പോൾ ഞാനത് ബസ്സിൽ വെച്ച് മറന്നു. എന്താണ്? ഡേ ആഫ്റ്റർ ടുമോറോ, 2 ദിവസം കഴിഞ്ഞാൽ എന്താണ്? ഡൽഹി സ്കൂളിൽ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ, ഞങ്ങൾ ഡൽഹി സ്കൂളിലാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാറ്റ് ഇല്ലെങ്കിൽ എന്താണ്? ഞാൻ ആദ്യം തന്നെ ഒരു റൺസും ഇല്ലാണ്ട് ഔട്ടാവും. അങ്ങനെ സ്കൂൾ ചാമ്പ്യൻസ് ആവാനുള്ള ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുമെന്നൊക്കെ എന്ത് ചെയ്തു? രഞ്ജി കുമാറിനോട് പറഞ്ഞു. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആങ്ഷ്യസ് അറ്റ് ഫസ്റ്റ്, ദെൻ സ്മൈൽഡ് ആൻഡ് സെഡ്, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ എന്താ? ആകെ ആങ്ഷ്യസ് ആയി. ബാറ്റ് ലക്കി ബാറ്റാണ്, കുമാർ സെഞ്ചുറി അടിച്ചിട്ടുള്ള ബാറ്റാണ്. അപ്പോൾ ആർക്കായാലും കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ ആദ്യം കുറച്ച് ആങ്ഷ്യസ് ആയി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് സ്മൈൽ ചെയ്തിട്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്കിപ്പോഴും നിനക്ക് ആവശ്യമായിട്ടുള്ള റൺസൊക്കെ എടുക്കാൻ കഴിയുമെന്ന് പറയാണ്. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനി മോർ സെഡ് രഞ്ജി. But I don't have the bat anymore. Any bat will do, Mr. Kumar replied. What do you mean? അപ്പോൾ രഞ്ജി പറയാണ്, പക്ഷെ അതിനെന്താണ്? എൻ്റെ കയ്യിൽ ആ ബാറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുമാർ പറയാണ്, അതിനെന്താ? അതിനെല്ലാ ബാറ്റിനും അത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. അപ്പോൾ രഞ്ജി ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
I mean, it's the batsman, not the bat that counts. Shall I tell you something? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ബാറ്റ്സ്മാനാണ് അതൊക്കെ വിചാരിക്കുന്നത്, അല്ലാണ്ട് ബാറ്റ് അല്ല. എത്ര റൺസ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുന്നത് ബാറ്റ് അല്ല, ബാറ്റ്സ്മാൻ ആണെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറയാണ്. The old bat I gave you was no different from any other bat I have used. True, I made lot of runs with it, but I made runs with other bats too. I never depended on a special bat for my runs. അപ്പോൾ എന്താണ്, ഞാൻ നിനക്ക് മുന്നേ തന്നിട്ടുള്ള ബാറ്റ് സാധാ ബാറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ഒന്നുമല്ല. ശരിയാണ്, ഞാൻ അത് വെച്ചിട്ട് ഒരുപാട് റൺസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു. പക്ഷെ എന്താണ്, ഞാൻ ബാക്കിയുള്ള ബാറ്റ്സ് വെച്ചിട്ടും റൺസ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്താണ്, ഒരു സ്പെഷ്യൽ ബാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, എല്ലാ ബാറ്റിനെ വെച്ചിട്ടും ഞാൻ റൺസ് എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. അപ്പോൾ പറയാണ്, ഒരു ബാറ്റിനല്ല മാജിക്, ഒരു ബാറ്റിന് മാജിക് ഉണ്ടാവുന്നത് എപ്പോഴാണ്, ആ ബാറ്റ്സ്മാനിന് മാജിക് ഉണ്ടാവുമ്പോഴാണ് ബാറ്റിന് മാജിക് ഉണ്ടാവുന്നത്. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്, നോട്ട് എ ബാറ്റ്, ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. അപ്പോൾ എന്താണ് നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റ് അല്ല, മറിച്ച് കോൺഫിഡൻസ് ആണ്. അപ്പോൾ നിനക്കൊരു ബാറ്റ് തരുമ്പോൾ എന്താ, നീ ആ ബാറ്റിനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട്സ് കോൺഫിഡൻസ്, ആസ്ക്ഡ് രഞ്ജി. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. അപ്പോൾ കോൺഫിഡൻസോ, അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുകയാണ്. കാരണം എന്താ, രഞ്ജിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു പുതിയ വേർഡായിരുന്നു. ഓക്കെ, കോൺഫിഡൻസ് സെഡ് മിസ്റ്റർ കുമാർ സ്ലോലി. അപ്പം മെല്ലെ പറയാണ് കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. അപ്പോൾ എന്താണ്, നീ നല്ലതാണെന്ന് മനസ്സിലാക്കുന്നതാണ് കോൺഫിഡൻസ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. മാത്രമല്ല, എനിക്ക് ബാറ്റില്ലാണ്ടെയും എനിക്ക് ഗുഡ് ആവാൻ പറ്റും, എനിക്ക് നന്നായി കളിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്, യു ആർ ഗുഡ് നൗ, യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ടു. അപ്പോൾ എന്താണ്, തീർച്ചയായും നീ നല്ലതാണ്, നിനക്ക് നന്നായി കളിക്കാൻ പറ്റും. യു ആർ ഗുഡ് നൗ, നീ ഇപ്പോൾ നീ ഗുഡാണ്, നിനക്ക് നന്നായി കളിക്കും. മറ്റന്നാ ഡേ ആഫ്റ്റർ ടുമോറോ നിനക്ക് നന്നായി കളിക്കാൻ പറ്റും. റിമെമ്പർ ദാറ്റ് ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്, വൈ ഡോണ്ട് യു ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ നീ എന്താ അത് ആലോചിക്കുക, നീ നല്ലതാണ്, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് ആലോചിക്കുക, എന്നിട്ട് നീ കളിച്ച് നോക്കുക, ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നത്, നോക്കി നോക്കാം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് കുമാർ രഞ്ജിനോട് പറയാണ്. On Saturday, Ranji walked to the wicket with a bat borrowed from Beam. ബീമിൻ്റെ നിന്ന് കടം മേടിച്ച ഒരു ബാറ്റ് എടുത്തിട്ടാണ് കളിക്കാൻ പോകുന്നത്. സാറ്റർഡേ, the school team had lost the first wicket with only 2 runs on the board. Ranji, when in this stage the Delhi school's opening bowler was sending down some really fast ones, Ranji faced up to him. എന്താണ്, the school team had lost its first wicket with only 2 runs on the board. അപ്പോൾ ആകെ 2 റൺസ് മാത്രം എടുത്തപ്പോൾ എന്താണ്, ഫസ്റ്റ് ബാറ്റ്മാന് ഔട്ടായി. രഞ്ജി went in this stage. അപ്പോൾ ഈ സ്റ്റേജിലാണ് രഞ്ജി ബാറ്റ്സ്മാൻ ആയിട്ട് കയറുന്നത്. The Delhi school's opening bowler was sending down some really fast ones. രഞ്ജി faced up to him. അപ്പോൾ എതിരുള്ള ടീം ആരാണ്, ഡൽഹി സ്കൂളാണ്. അപ്പോൾ അതിലെന്താ, അവിടെ ബോളറൊക്കെ നന്നായി കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഫേസ് ചെയ്തിട്ട് എന്താണ്, രഞ്ജി നിന്നു. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ് ബട്ട് ഇറ്റ് വാസ് നോട്ട് ഓൺ എ ഗുഡ്. Ranji stepped back and pulled it hard to long on boundary. എന്നിട്ട് എന്താണ്, അപ്പോൾ ആദ്യത്തെ ബോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ബോളായിരുന്നു. രഞ്ജി കുറച്ച് ബാക്കിലേക്ക് നിന്നിട്ട് എന്താണ്, അത് അടിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് അടിച്ചു. ദ ബോൾ soared over the heads of the fielders and landed with a crash in a crate full of cold drink bottles. അപ്പോൾ എന്താണ്, ഈ ബോൾ എന്താ സോർ ചെയ്ത് പറഞ്ഞാൽ ഉയർന്നു പോവാണ് ഈ ഫീൽഡ്
ലാഡേഴ്സിൻ്റെ ഒക്കെ മേലെ കൂടെ തലയുടെ മേലെ കൂടെ ഒക്കെ ഉയർന്നു പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടൊരു കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസിൻ്റെ മേലെ ഇടിച്ച് തെറിപ്പിച്ചു. everyone stood up and cheered. അപ്പോൾ അതെന്തായിരുന്നു? അതൊരു 6 ആയിരുന്നു. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ചിയർ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജീസ് വണ്ടർഫുൾ ഇന്നിങ്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ രഞ്ജിയുടെ ഇങ്ങനെ 6ഉം 4ഉം ഒക്കെ അടിക്കുന്നതിന് എന്തായിരുന്നു? ഒരു തുടക്കം മാത്രമായിരുന്നു. ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. മാച്ച് എൻഡ് ചെയ്തത് എങ്ങനെയാണ്? ഡ്രോയിലാണ്. ഡ്രോ എന്ന് പറഞ്ഞാൽ സമനിലയിലാണ്. ബട്ട് രഞ്ജി 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. പക്ഷേ എന്താണ്? ഈ രഞ്ജി 75 റൺസ് എടുത്തു. അപ്പോൾ അതെന്തായി? അത് സ്കൂളിലെ തന്നെ ഒരു ടോക്കായി. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് എ ഡസൻ ലഡൂസ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രഞ്ജി ഒരു ഡസൻ ലഡൂസ് മേടിച്ചു. ഡസൻ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ലഡൂസ് ഉണ്ടാവും? 12 ലഡൂസ്, 12 ലഡുകൾ മേടിച്ചു. 6 ഫോർ ഹിസ് നൈബേഴ്സ് കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. അപ്പോൾ അതിൽ 6 എണ്ണന്മാർക്കാണ്, 6 എണ്ണം നൈബേഴ്സിനും അയൽവാസികൾക്കും, 6 എണ്ണം ആർക്കുമാണ്? മിസ്റ്റർ കുമാറിനുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.